നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ PMA സലാം, നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇപ്പം വഖഫ് നിയമമാണല്ലോ ഇപ്പോൾ കൂടുതൽ ചർച്ചയിലേക്ക് വരുന്നത്. അപ്പം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം, അതായത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ ആകമാനം വഞ്ചിച്ച രാഷ്ട്രീയ പാർട്ടി LDF ആയിരുന്നുവെന്നും LDF ഭരണകാലഘട്ടത്തിലാണ് ഇതുപോലെ ഒരു നീക്കം, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് പരവതാനി വിരിച്ചു കൊടുത്തത് എന്നുവരെ PMA സലാം പറയുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? PMA സലാം പറയുന്നതെല്ലാം 100% അച്ചിട്ടായ കാര്യങ്ങളാണോ? എന്നാൽ അല്ല എന്ന് പറയേണ്ടി വരും. അതിന് അദ്ദേഹം ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് അതായത് സംസ്ഥാന LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് വഖഫ് നിയമനങ്ങൾ PSCക്ക് വിടുന്ന തരത്തിൽ ഒരു നിയമനിർമ്മാണം പാസ്സാക്കിയിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം 2021 ആണ് ആ നിയമം വരുന്നത്. അപ്പോൾ ആ നിയമം വന്ന് പിന്നീട് 22 ആ നിയമം പാസ്സാക്കിയില്ല. ആ നിയമത്തിനെതിരെ ശക്തമായി ഇവിടുത്തെ നമുക്കറിയാവുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി, നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അപ്പോൾ ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരവും പ്രക്ഷോഭവും ഒക്കെ നടത്തി. അപ്പോൾ ഈ രീതിയിൽ ഒരു വലിയ സമുദായത്തെ ഒന്നാകെ വഞ്ചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരു PSCക്ക് വിടുന്ന ആ ഒരു സമീപനത്തെ ഇടതുപക്ഷ സർക്കാർ വേണ്ടെന്ന് വെച്ചു. പിന്നീട് സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ വഖഫ് ബോർഡിനെയും സജ്ജീകരിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോയിരുന്നു. എന്നാൽ അതിപ്പോൾ പറയേണ്ട ആവശ്യം എന്താണ്? കാരണം ഇവിടെ കേന്ദ്രം വഖഫ് നിയമ ഭേദഗതി, അല്ലെ ഉമീദ് ആക്ടിൽ മാറ്റം കൊണ്ടുവരുന്നു, ഭേദഗതി വരുത്തുന്ന സാഹചര്യം. ഇവിടെ PMA സലാം എന്തിനാണ് ഇപ്പോൾ അത് സൂചിപ്പിക്കുന്നത്? അല്ല, കാരണം എന്താണ്? ഇടതുപക്ഷ സർക്കാരാണ് ഈ പറയുന്ന വഖഫ് നിയമന ഭേദഗതിക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരവതാനി വിരിച്ചു കൊടുത്തത് എന്നാണ് പറഞ്ഞത്. ഈ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് നിയമനങ്ങൾ PSCക്ക് വിടാനെടുത്ത തീരുമാനത്തെയും ഇതിനെയും തമ്മിൽ എങ്ങനെയാണ് കൂട്ടിക്കെട്ടാൻ കഴിയുന്നത് എന്നാണ് ഈ വഖഫ് നിയമം വരുന്നത്. 2024 വഖഫ് നിയമം ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും അതോടൊപ്പം ഈ നടപ്പിലാക്കുന്ന ലീഗും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലീഗിനെ അക്കാര്യത്തിൽ കുറ്റം പറയുന്നൊന്നുമില്ല, ലീഗും പറഞ്ഞിരുന്നു. എന്നാൽ തുടർന്ന് സംസ്ഥാന സർക്കാർ ഇവിടെ ഐക്യകണ്ഠേന ഇതിനെതിരായി പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ ലീഗ് കാര്യം പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഈ ഇടക്കാലത്ത് സംഭവിച്ച കാര്യങ്ങളൊന്നും അല്ല അവരുടെ ശ്രദ്ധയിൽ വരുന്നത്. അതായത് ഇടതുപക്ഷ സർക്കാർ സഭയിൽ ഐക്യകണ്ഠേന ഈ പറയുന്ന ഉമീദ് നിയമ ഭേദഗതിക്കെതിരായി ഒരു പ്രമേയം പാസ്സാക്കിയതൊന്നും സത്യത്തിൽ ഇപ്പോൾ ലീഗിൻ്റെ കൺസിഡറേഷനിൽ അല്ലെങ്കിൽ പരിഗണനയിലില്ല. അവരുടെ മുമ്പിലുള്ളത് ഇടത് സർക്കാർ കഴിഞ്ഞ് അതിന് മുൻപ് ചെയ്ത ഈ വഖഫ് നിയമനങ്ങൾ PSCക്ക് വിടുന്നതാണ് വരുന്നത്. മൊത്തം 11 അംഗങ്ങൾ ഉള്ള ഒരു വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതാണ് ശരിക്കും ഈ പറയുന്ന വഖഫ് നിയമത്തിലുണ്ടായ ഒരു ഭേദഗതി. ആ ഭേദഗതി എന്തിന് അമുസ്ലിങ്ങളെ കൊണ്ടുവരണം, പിന്നെ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുമൊക്കെ പറയുന്നുണ്ട്. മുസ്ലിംസിൻ്റെ പൊതു രീതി അനുസരിച്ചിട്ട് ഇത് നടപ്പുള്ള കാര്യമല്ല. വഖഫ് ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ വഖഫ് ബോർഡിലേക്ക് അമുസ്ലിങ്ങളെ ഉൾക്കൊള്ളിക്കുക, സ്ത്രീ പ്രാതിനിധ്യം കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഇത് തൽക്കാലം അതൊരു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അതത്ര നടപ്പുള്ള കാര്യമൊന്നുമല്ല എന്ന് നമുക്കറിയാം. പിന്നെ അപ്പോഴും നമ്മളിവിടെ ആലോചിക്കേണ്ടത് നിലവിൽ സർക്കാർ എന്താണ് ചെയ്തത് എന്ന് നോക്കാം. അതായത് UDF സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് വഖഫ് നിയമ ഭേദഗതിക്ക് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പുതിയ ഒന്നിനെ ഇവിടെ നൽകാം, അല്ലെങ്കിൽ പുതിയ വഖഫ് ബോർഡ് രൂപീകരിക്കാം എന്നുള്ള ഒരു അഫിഡവിറ്റാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇവിടെ നൽകിയിരിക്കുന്നത്. എവിടെ? ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു അഫിഡവിറ്റ് നൽകുമ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ മുസ്ലിം ലീഗ് എന്ത് നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർക്കിടയിൽ പോലും, ലീഗുകാർക്കിടയിൽ പോലും ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. സത്യത്തിൽ ലീഗിൻ്റെ ഒരു അവസ്ഥ, ലീഗിന് തങ്ങൾക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളോട് ഒന്ന് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ കാലം അത്രയും കഴിഞ്ഞ LDFൻ്റെ ഭരണകാലത്ത് എന്തൊക്കെയാണോ എതിർക്കും എന്ന് മുസ്ലിം ലീഗ് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെയെല്ലാം ഇപ്പോൾ ഉൾക്കൊള്ളേണ്ട ഗതികേടിലേക്ക് എത്തി. അതിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ
PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം, ആ PM ശ്രീ പദ്ധതിയെ ഉൾക്കൊള്ളേണ്ടതായിട്ട് വന്നില്ലേ? ഏറ്റവും പ്രാഥമിക തലത്തിൽ അല്ലെങ്കിൽ ആ തുടക്കം മുതൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞാ വേദിയിൽ കേരളത്തിൽ ആദ്യമായി ഒരു വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്ന ഗതികേടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ ഗതികേടോടുകൂടി നോക്കിയിരിക്കേണ്ടി വന്നവരാണ് മുസ്ലിം ലീഗ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ കഴിഞ്ഞ കാലം അത്രയും മുസ്ലിം ലീഗിന് മതേതര ഭാവത്തോടു കൂടിയോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ സ്വത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനോ സാധിച്ചിരുന്നെങ്കിൽ എല്ലാ സ്വത്വത്തെയും വിട്ടുപേക്ഷിച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ പാണക്കാട് തങ്ങൾക്ക് മന്ത്രിമാരുടെ നേതൃയോഗം വിളിക്കേണ്ട ഒരു ഗതികേടുണ്ടായത്. ഇവിടെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ആലോചിച്ച് നോക്കൂ, KM ഷാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്താണ് നിലപാടുണ്ടാകുക? അറബിക്കടലിൽ കളയുമെന്ന് പറയുന്ന PM ശ്രീ പദ്ധതി ഇപ്പോൾ ഉൾക്കൊള്ളാൻ പോകുന്നു. ഈ പറയുന്ന വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് പുതിയത് കേന്ദ്ര സർക്കാർ പറയുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് ഞങ്ങൾ രൂപീകരിക്കാം എന്ന് പറഞ്ഞൊരു അഫിഡവിറ്റും സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ PMA സലാം ആരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ ഒറ്റ അടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുൻപ് ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ലീഗ് വിഷയം ഉണ്ടാക്കിയിരുന്നതാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരള ഘടകത്തിന്, മുസ്ലിം ലീഗിൻ്റെ കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ. അതായത് കേന്ദ്രത്തിൻ്റെ ഈ തന്ത്രത്തിനോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഈ നിയമനത്തിന് മുന്നിലോ ഇവരുടെ മുഖ്യമന്ത്രി ഇരിക്കുന്ന കാലത്തോളം അടിയറവ് പറഞ്ഞേ മതിയാകൂ എന്ന് പറയുന്ന ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതുകൊണ്ടാണ് PMA സലാമിന് ഇതുപോലെ ഒരു കാര്യം പറയേണ്ടി വന്നത് എന്ന് വ്യക്തമല്ലേ? ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് ലീഗിനെ കൊണ്ട് എത്തിക്കുന്നത് ആരാണ്? ഈ മുന്നണി ബന്ധം തന്നെയാണ്, ഈ ഒരു കൂട്ടുകെട്ട് തന്നെയാണ്. ഈ പറയുന്ന തരത്തിലുള്ള ഇപ്പം PMA സലാം ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കേന്ദ്രത്തെയാണോ? കേന്ദ്ര സർക്കാരിൻ്റെ ആ നിയമം, അപ്പം കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ള ഈ നിയമങ്ങളിലൊന്നും വലിയ കുഴപ്പമില്ല, നിയമ ഭേദഗതിയിൽ കുഴപ്പമില്ല. അത് പക്ഷേ ആര് കാരണം വന്നു? LDF കാരണം വന്നു. അതുകൊണ്ട് UDF ആയ ഞങ്ങൾക്കും ഇത് ഉൾക്കൊള്ളേണ്ടി വന്നിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ, LDF സർക്കാർ അങ്ങനെ ആയിരുന്നോ ചെയ്തത്? അല്ല. LDF സർക്കാർ രൂപീകരിച്ച സമയത്തും ആ നിയമനിർമ്മാണത്തിന് ശേഷം ഇവിടെ വഖഫ് ബോർഡ് രൂപീകരിക്കുന്ന സമയത്തും ആ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഒരു അമുസ്ലിമിനെ പോലും ആ വഖഫ് ബോർഡിലേക്ക് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ വേറെ ചില ഘടകങ്ങൾ പരിശോധിച്ചാൽ പലർക്കും അതിൻ്റെ കാലാവധി കഴിയുന്നു, MP ഉണ്ടാവണം, MLA ഉണ്ടാകണം എന്ന് തുടങ്ങിയ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ആ വ്യവസ്ഥകളെയൊക്കെ ഇപ്പോൾ പുതിയൊരു ഇത് രൂപീകരിക്കുന്ന സമയത്ത് ആ വ്യവസ്ഥകൾ കൂടി പാലിക്കണമല്ലോ. അപ്പോൾ അതവരുടെ യോഗ്യതയുടെ മാനദണ്ഡമാണ്, അതുകൂടി പാലിക്കണം. പക്ഷേ PMA സലാമിനെ പോലെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ തൽക്കാലം കണ്ണടച്ച് ഇരുട്ടാക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന ഒരു കാര്യം, PSC നിയമനം ശരിയാണ്. PSC നിയമനം എന്തിനായിരുന്നു അന്ന് അത്ര ശക്തമായ പ്രക്ഷോഭം നടത്തിയിരുന്നത്? അത് PSCക്ക് വിട്ടുകഴിഞ്ഞാൽ അമുസ്ലിമുകളായ പലരും ഇതിനകത്ത് കടന്നുകൂടാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണല്ലോ മുസ്ലിം ലീഗ് അന്ന് സംസ്ഥാന സർക്കാരിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ എടുത്ത ആ തീരുമാനത്തെ വേണ്ട എന്ന് വെച്ചത്. എന്നാൽ അത് തീരുമാനം മാറ്റിയല്ലോ. ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഉമീദ് ആക്ട് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ ഇനിയും ഇതിനകത്ത് അമുസ്ലിങ്ങളെ കൊണ്ടുവന്നല്ലേ പറ്റൂ. ആ സമയത്ത് എങ്ങനെയായിരിക്കും ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രതികരണം എന്നുള്ളതിനെക്കുറിച്ച് മുസ്ലിം ലീഗുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ധാരണയുണ്ടോ? അവരുടെ, അതായത് വഖഫ് ബോർഡിലേക്ക് ഈ കേന്ദ്ര നിർദ്ദേശാനുസരണം ഇവിടെ ഒരു അമുസ്ലിം കയറിക്കൂടുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പം ആ സമയത്ത് എങ്ങനെയായിരിക്കും PMA സലാമിനെ പോലുള്ള നേതാക്കന്മാർ പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.